നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നത് വില്യം ഷേക്സ്പിയറുടെ പ്രസിദ്ധമായ ഒരു നാടകമായ മെഷർ ഫോർ മെഷർ എന്നതിൻ്റെ മലയാളം സമ്മറിയാണ്. ഈ നാടകം ക്രിസ്തീയ സദാചാരബോധത്തിൻ്റെ വളരെ ഭംഗിയായ ഒരു ചിത്രീകരണമാണ് ഷേക്സ്പിയർ ഇതിലൂടെ നമുക്ക് നൽകുന്നത്. ഈ നാടകത്തെപ്പറ്റി കോൾറിഡ്ജ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഈ നാടകം ഷേക്സ്പിയറുടെ നാടകങ്ങളിൽ വെച്ച് ഏറ്റവും മനോവേദനയുണ്ടാക്കുന്ന വേദനാജനകമായ ഒരു നാടകമെന്നാണ്. നമുക്ക് നാടകത്തിലേക്ക് കടക്കാം. വിയന്നയിലെ ഡ്യൂക്ക് വിൻസെൻഷിയോ അദ്ദേഹം വളരെ അസ്വസ്ഥനാണ്. കാരണം തൻ്റെ ജനങ്ങൾ ധാർമ്മികമായി വളരെയധികം മദ്ദപിടിച്ചിരിക്കുന്നുവെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അവരെ എങ്ങനെയെങ്കിലും നേർവഴിക്ക് കൊണ്ടുവരാൻ അദ്ദേഹം തീരുമാനമെടുക്കുന്നു. അതിനായി അദ്ദേഹം ചെയ്യുന്നത് തൻ്റെ ഡെപ്യൂട്ടിയും പ്യൂരിറ്റൻ മതവിശ്വാസിയുമായ ആഞ്ചലോയെ ഡ്യൂക്കിൻ്റെ ജോലി ഏൽപ്പിക്കുന്നു. എന്നിട്ട് താൻ വിദേശയാത്ര പോവുകയാണെന്ന് ആഞ്ചലോയോട് പറയുന്നു. സത്യത്തിൽ ഡ്യൂക്ക് വിദേശയാത്ര പോവുകയല്ല ചെയ്യുന്നത്. ആഞ്ചലോ എങ്ങനെയാണ് ഈ ഡ്യൂക്കിൻ്റെ ജോലി എങ്ങനെ ചെയ്യുന്നു എന്ന് അറിയാനായി അദ്ദേഹം ഒരു ക്രിസ്തീയ സന്യാസിയായി വേഷം മാറി ആഞ്ചലോയുടെ പ്രവൃത്തികൾ വീക്ഷിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അങ്ങനെ ഡ്യൂക്കായി താൽക്കാലികമായി നിയമിതനായ ആഞ്ചലോ അവിടുത്തെ വേശ്യാലയങ്ങൾ അടച്ചിടാനും നിയമങ്ങൾ കണിശമായി അനുസരിച്ച് ജീവിക്കാനും ജനങ്ങൾക്ക് കൽപ്പന കൊടുക്കുന്നു. സത്യത്തിൽ വേശ്യാലയങ്ങൾ അടച്ചിട്ടപ്പോൾ അത് ശരിക്കും ബാധിച്ചത് മിസ്ട്രസ് ഓവർഡൺ എന്ന പേരുള്ള വേശ്യയെയും പോംബെ എന്ന അവരുടെ ഭൃത്യനെയുമാണ്. സത്യത്തിൽ ഈ കർശനമായ നിയമം അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. കാരണം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ബിസിനസ്സാണ് തകരുന്നത്. ആ സമയം ക്ലോഡിയോ എന്ന ഒരു ചെറുപ്പക്കാരൻ ജൂലിയറ്റ് എന്ന ഒരു പെൺകുട്ടിയെ ഗർഭിണിയാക്കിയതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അവിടുത്തെ നിലവിലെ നിയമം അനുസരിച്ച് ജൂലിയറ്റ് എന്ന പെൺകുട്ടിയെ ഗർഭിണിയാക്കിയതിൻ്റെ പേരിൽ ക്ലോഡിയോയെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നു. അപ്പോൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ക്ലോഡിയോ തൻ്റെ ജീവൻ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ ലൂഷ്യോ എന്ന് പറയുന്ന ഒരാൾ വഴി തൻ്റെ സഹോദരി, കന്യാസ്ത്രീ മഠത്തിൽ പ്രവേശിക്കപ്പെട്ട തൻ്റെ സഹോദരി ഇസബെല്ലയെ കൊണ്ട് ആഞ്ചലോയെ എങ്ങനെയെങ്കിലും സ്വാധീനിച്ച് ശിക്ഷയിൽ നിന്ന് മോചനം നേടാൻ ശ്രമിക്കുന്നു. ഇസബെല്ല വിവരം പറഞ്ഞു തൻ്റെ സഹോദരൻ വളരെ ജയിലിൽ കിടക്കുകയാണ്, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കിടക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ സഹോദരന് വേണ്ടി ദയയാചിക്കാനായി ആഞ്ചലോയെ സമീപിച്ച് വളരെ വിനീതയായി തൻ്റെ സഹോദരന് എങ്ങനെയെങ്കിലും മാപ്പ് കൊടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇത് കേട്ട ആഞ്ചലോ അതിന് യാതൊരു പരിഹാരമില്ലെന്നും ക്ലോഡിയോ വധിക്കപ്പെടുക തന്നെ ചെയ്യുമെന്നും പറയുന്നു. അങ്ങനെ പിന്തിരിഞ്ഞ് ഇസബെല്ല തൻ്റെ സഹോദരനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരിക്കൽ കൂടി ഇസബെല്ലയോട് ആഞ്ചലോയെ സമീപിക്കാനും ഒരിക്കൽ കൂടി എനിക്ക് വേണ്ടി താണു വീണ് കേണപേക്ഷിക്കാനുമാണ് ക്ലോഡിയോ ഇസബെല്ലയോട് പറയുന്നത്. അങ്ങനെ രണ്ടാമതൊരിക്കൽ കൂടി ഇസബെല്ലോ ആഞ്ചലോയോട് അടുത്തേക്ക് വരുന്നു. കാരുണ്യം കൊണ്ട് ഇളകാത്ത നീതിയോ അധികാരമോ ഇല്ലെന്നും തൻ്റെ സഹോദരനോട് കുറച്ച് കരുണ കാട്ടണമെന്നും ഇസബെല്ല രണ്ടാമതൊരിക്കൽ കൂടി ആഞ്ചലോയോട് കേണപേക്ഷിക്കുന്നു. ഇത് കേട്ട് ആഞ്ചലോ തൊട്ടടുത്ത ദിവസം വരാൻ ഇസബെല്ലയോട് പറയുന്നു. അങ്ങനെ തൊട്ടടുത്ത ദിവസം ഇസബെല്ല ആഞ്ചലോയെ സന്ദർശിച്ചപ്പോൾ അവൾ തനിച്ച് തന്നെ സന്ദർശിക്കണമെന്ന്, അതായത് ഒറ്റക്ക് തന്നെ വന്ന് കാണാൻ ആഞ്ചലോ ആവശ്യപ്പെടുന്നു. അടുത്ത ദിവസം ഇസബെല്ല എന്ത് ചെയ്യുന്നു, അവൾ ഒറ്റക്ക് ആഞ്ചലോയുടെ അടുത്തെത്തുന്നു. അപ്പോൾ ആഞ്ചലോ അവളോട് പറയുന്നു അവളുടെ കന്യകാത്വം തനിക്ക് വേണ്ടി നഷ്ടപ്പെടുത്താൻ തയ്യാറാകുമെങ്കിൽ അവളുടെ സഹോദരനെ രക്ഷിക്കാമെന്ന് ആഞ്ചലോ സമ്മതിക്കുന്നു. അതായത് അന്നു രാത്രി വീട്ടിലെത്തി തന്നോടൊപ്പം കിടക്കുകയാണെങ്കിൽ താൻ ക്ലോഡിയോയെ രക്ഷിക്കാമെന്ന് അയാൾ ഉറപ്പ് നൽകുന്നു. ഇത് കേട്ട് ഇസബെല്ല പൊട്ടിത്തെറിക്കുന്നു. ഇത്തരമൊരു പാപം ചെയ്യുന്നതിനേക്കാൾ തൻ്റെ സഹോദരന് വേണ്ടി ഞാൻ മരിക്കുകയാണ് നല്ലതെന്ന് ഇസബെല്ല പറയുന്നു. പക്ഷേ ആഞ്ചലോ കുലുങ്ങുന്നില്ല. തൻ്റെ ആഗ്രഹം വീണ്ടും ഇസബെല്ലയുടെ മുന്നിൽ വെച്ചപ്പോൾ ഇസബെല്ല പറഞ്ഞു, ഞാൻ ഈ കാര്യം ലോകം മുഴുവൻ വെളിപ്പെടുത്തുമെന്നും നാട്ടുകാരെ മുഴുവൻ അറിയിക്കുമെന്നും ഇസബെല്ല പറഞ്ഞു. അപ്പോൾ ആഞ്ചലോ പറഞ്ഞു, സദാചാരബോധവും തൻ്റെ കീർത്തിയും ജനങ്ങൾക്കറിയാമെന്നും തന്നെ പറ്റിയുള്ള ഒരു അപവാദവും ജനങ്ങൾ വിശ്വസിക്കില്ലെന്നുമാണ് അപ്പോൾ ആഞ്ചലോ അവളോട് പറഞ്ഞത്. ക്രിസ്തീയ സന്യാസിയായി വേഷം മാറി അവിടെയുള്ള ഡ്യൂക്ക് ജയിലിലെത്തി ആ ഗർഭിണിയാക്കപ്പെട്ട ജൂലിയറ്റ് എന്ന പെൺകുട്ടിയോട് താൻ ചെയ്ത പാപത്തിന് പശ്ചാത്താപം ചെയ്യുവാൻ ആവശ്യപ്പെടുന്നു. എന്നിട്ട് നേരെ ജയിലിലുള്ള ക്ലോഡിയോയെ സന്ദർശിച്ച് അയാളുടെ മരണത്തിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കുന്നു. ആ സമയത്ത് ഇസബെല്ല തൻ്റെ സഹോദരനെ സന്ദർശിച്ച് ആഞ്ചലോ പറഞ്ഞ കാര്യങ്ങൾ അയാളെ അറിയിക്കുന്നു. അപ്പോൾ ക്ലോഡിയോ ഇസബെല്ലയോട് പറഞ്ഞു കേട്ട് ഇസബെല്ല ആകെ ഞെട്ടുന്നു. കാരണം ഇസബെല്ലയോട് ക്ലോഡിയോ തൻ്റെ സഹോദരൻ എന്താ പറയുന്നത്,
ആഞ്ചലോ എന്താണോ നിന്നോട് പറയുന്ന ആ ആഗ്രഹം നിറവേറ്റി തന്നെ രക്ഷിക്കണമെന്ന് ക്ലോഡിയ അപേക്ഷിക്കുന്നു. അത് ശരിക്കും ഇസബെല്ലയെ ഞെട്ടിച്ചു. അതവളെ വളരെയധികം ദേഷ്യപ്പെടുത്തി. ഇതൊക്കെ ഒളിഞ്ഞിരുന്ന ഒരാൾ കേൾക്കുന്നുണ്ട്. ആരാണ്? ആ വേഷം മാറി സന്യാസിയെ വേഷം മാറിയ ഡ്യൂക്ക്. ആ സമയം ഡ്യൂക്ക് ഇസബെല്ലയുടെ അടുത്തെത്തി ഒരു സൂത്രം അവർക്ക് ഉപദേശിക്കുന്നു. എന്താണ് ആ സൂത്രം? ഇസബെല്ലയുടെ വേഷത്തിൽ ആഞ്ചലോ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഡ്യൂക്കിൻ്റെ ഒരു പഴയ കാമുകിയായ മറിയാനയെ അയാളോടൊപ്പം കിടത്തുവാൻ ഈ ഡ്യൂക്ക് ഉപദേശിക്കുന്നു. ഈ ആശയം ഇസബെല്ലക്കും വളരെ ഇഷ്ടമായി. ആ കിടപ്പറതന്ത്രം വളരെയധികം വിജയിച്ചു. പക്ഷേ ആഞ്ചലോ തൻ്റെ വാക്ക് പാലിച്ചില്ല. ക്ലോഡിയോയെ വധശിക്ഷയ്ക്ക് വിധേയനാക്കാൻ തന്നെ അയാൾ തീരുമാനിച്ചു. ഡ്യൂക്കിന് മനസ്സിലായി ആഞ്ചലോ ക്ലോഡിയോയെ വധശിക്ഷയ്ക്ക് വിധേയനാക്കാൻ തന്നെയാണ് തീരുമാനമെന്ന് ഡ്യൂക്കിന് മനസ്സിലായി. അപ്പോൾ ഡ്യൂക്ക് എന്താ ചെയ്തത്? തൻ്റെ അധികാരം ഉപയോഗിച്ചിട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വേറൊരു കുറ്റവാളിയുടെ വധശിക്ഷ നേരത്തെ ആക്കി. എന്നിട്ട് അയാളുടെ ശിരസ് ക്ലോഡിയോയുടെയാണെന്ന് കാണിച്ച് ആഞ്ചലോയെ തെറ്റിദ്ധരിപ്പിക്കുന്നു. പക്ഷേ ഇക്കാര്യമൊന്നും ഇസബെല്ലക്കറിയില്ല. ഇസബെല്ല വിചാരിച്ചതെന്നാണ്, തൻ്റെ സഹോദരൻ വധിക്കപ്പെട്ടു എന്ന് അവൾ ഏതാണ്ട് പൂർണ്ണമായും ഉറപ്പിച്ചു. അപ്പോഴേക്കും ആഞ്ചലോക്കും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മുൻ കൗൺസിലർ എസ്കലസിനും ഡ്യൂക്കിൻ്റെ അറിയിപ്പ് കിട്ടി. ഡ്യൂക്ക് എന്താണ് അറിയിച്ചത്? താൻ മടങ്ങുന്നതായും ഡ്യൂക്കിൻ്റെ അധികാരം വീണ്ടെടുക്കുന്നതുമായും അദ്ദേഹം അറിയിച്ചു. ഈ സന്യാസിയെ ആയി വേഷം മാറിയ ഇതേ ഡ്യൂക്ക് തന്നെയാണ് ആ ഡ്യൂക്ക് എന്ന് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായില്ല. അങ്ങനെ ആഞ്ചലോയും എസ്കലസും നഗര കവാടത്തിൽ ഡ്യൂക്കിനെ വരവേൽക്കാനെത്തുന്നു. അങ്ങനെ ഡ്യൂക്ക് ആ സമയത്ത് അവിടേക്ക് ഇസബെല്ലയെ അവരുടെ മുമ്പിൽ കൊണ്ടുവരുന്നു. അപ്പോൾ ഇസബെല്ലക്ക് ഇപ്പോൾ ഒറിജിനൽ ഡ്യൂക്ക് ഇതിനു മുമ്പ് എൻ്റെ മുമ്പിൽ വേഷം മാറി വന്ന ആ ക്രിസ്തീയ സന്യാസിയാണ് എന്നൊന്നും അവർക്ക് മനസ്സിലായില്ല. ഇസബെല്ല ആഞ്ചലോയെ കുറ്റപ്പെടുത്തി അയാളുടെ ധാർമ്മിക അധപതനത്തിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തുന്നു. ഡ്യൂക്ക് ഇസബെല്ലയോട് അതിന് തെളിവ് ആവശ്യപ്പെടുന്നു. അപ്പോഴേക്കും മറിയാന അവിടെ എത്തുന്നു. മറിയാന പറയുന്നു, താനും ആഞ്ചലോയും വിവാഹ നിശ്ചയം കഴിഞ്ഞു, ഞങ്ങൾ വിവാഹിതരായെന്നും പറയുന്നു. ഈ സമയം ഡ്യൂക്ക് അവിടെ നിന്നും പയ്യെ പോകുന്നു. പിന്നീട് ഡ്യൂക്ക് തിരിച്ചു വരുന്നത് പഴയ സന്യാസിയായി ആ വേഷത്തിലാണ്. പക്ഷേ ഈ സമയം അവരുടെ മുമ്പിൽ സന്യാസിയായി വേഷം കിട്ടിയപ്പോൾ ആ സന്യാസി വേഷം അവരുടെ മുമ്പിൽ അഴിഞ്ഞു വീഴുന്നു. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഈ സന്യാസി ഡ്യൂക്ക് തന്നെയാണെന്ന് മനസ്സിലായി. ആഞ്ചലോ ആകെ ഞെട്ടി. ആഞ്ചലോയ്ക്കെല്ലാം മനസ്സിലായി, താൻ പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലായി. ആഞ്ചലോ ഉടനടി ഡ്യൂക്കിൻ്റെ കാലിൽ വീണ് മാപ്പിരക്കുന്നു. ഉടനടി തന്നെ വധശിക്ഷയ്ക്ക് വിധേയമാക്കണമെന്ന് ആവശ്യപ്പെടുന്നു. മറിയാന ആ സമയത്ത് ആഞ്ചലോയ്ക്ക് വേണ്ടി മാപ്പിന് വേണ്ടി യാചിക്കുന്നു. ഈ സമയം ക്ലോഡിയോ, ഇസബെല്ലയുടെ സഹോദരൻ ക്ലോഡിയോ ജീവനോടെ ഉണ്ടെന്ന് ഇസബെല്ല മനസ്സിലാക്കുന്നു. അങ്ങനെ മറിയാനയെ കല്യാണം കഴിക്കണമെന്ന നിബന്ധനയിൽ ഡ്യൂക്ക് ആഞ്ചലോക്ക് മാപ്പ് നൽകുന്നു. ഈ നാടകത്തിൻ്റെ അവസാന ഭാഗം വേറൊരു നാടകത്തിന് കൂടി സാക്ഷ്യം വഹിക്കുന്നു. ഡ്യൂക്ക് ഇസബെല്ലയുടെ പരിപാവനത്വവും ധാർമ്മിക ബോധവും അന്തസ്സും തിരിച്ചറിഞ്ഞു. ഇസബെല്ലയെ ഡ്യൂക്കിന് ഇഷ്ടമായി. തന്നെ വിവാഹം കഴിക്കാൻ സാധിക്കുമോ എന്ന് ഇസബെല്ലയോട് ഡ്യൂക്ക് ചോദിക്കുന്നു. ആ ഓഫർ ഇസബെല്ലക്ക് നിഷേധിക്കാനായില്ല. പിന്നീട് അവൾ വിയന്നയിലെ ഡച്ചസായി ശിഷ്ടകാലം ജീവിക്കുന്നു. അങ്ങനെ വളരെ സന്തോഷ പര്യവസായിയായി ഈ നാടകത്തിൻ്റെ തിരശീല ഇവിടെ വീഴുന്നു. ഈ നാടകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം അത് ഡ്യൂക്ക് തന്നെയാണ്. ഡ്യൂക്ക് ടെമ്പസ്റ്റ് എന്നുള്ള ഷേക്സ്പിയറുടെ വേറൊരു നാടകത്തിലെ പ്രോസ്പെറയെ പോലെ സദാചാര നിഷ്ഠയുടെ പര്യായ പദമാണ് എന്നാണ് ജി വിൽസൺ നൈറ്റ് പറയുന്നത്. അദ്ദേഹം പറയുന്നു, ഡ്യൂക്ക് ഈ നാടകത്തിലെ നടുനായകനാണ്. ടെമ്പസ്റ്റിലെ പ്രോസ്പെറയെ പോലെ സദാചാര ബോധത്തിൻ്റെ പ്രവാചകനാണ് ഡ്യൂക്ക് എന്ന് അദ്ദേഹം പറയുന്നു. ഈ നാടകത്തിലെ എല്ലാ പ്രവൃത്തികളെയും തുടക്കം മുതൽ ഒടുക്കം വരെ നിയന്ത്രിക്കുന്നത് അദ്ദേഹമാണ്. പ്രശംസയും കുറ്റപ്പെടുത്തലും അദ്ദേഹം നൽകുന്നതിനനുസരിച്ചാണ് നടക്കുന്നത്. ചില നേരങ്ങളിൽ അദ്ദേഹം ചില ദൈവീക നിർദ്ദേശങ്ങൾ നൽകി ഏതോ പൂർവ്വജ്ഞാനത്തിൻ്റെ ദൈവീക ശക്തിയിൽ പ്രകാശിതനായി ഭവിക്കുന്നു. അത് നിയന്ത്രിക്കുകയും ജ്ഞാനം പകരുകയും ചെയ്യുന്നു.
എന്നാണ് വിൽസൺ നൈറ്റ് ഡ്യൂക്കിനെ പറ്റി പറയുന്നത്. എന്നാൽ FR ലീവ്സ് എന്നുള്ള വേറൊരു ക്രിട്ടിക്സ് പറയുന്നത് ഡ്യൂക്ക് പ്രോസ്പെറയേക്കാളും ശക്തനാണെന്നാണ്. അതിലെ സർവ്വകർമ്മത്തിൻ്റെയും നിയന്ത്രണവും പരീക്ഷണവും നടത്തുന്ന രീതിയിൽ സർവശക്തനാണ് ഡ്യൂക്ക് എന്ന് പറയുന്നു. സമവായത്തിൻ്റെ അവതാര പ്രഭുവാണ് ഡ്യൂക്ക് എന്ന് പറയുന്നു. DW ബാറ്റൺ ഹൗസ് എന്ന് പറയുന്ന വേറൊരു ക്രിട്ടിക്സിൻ്റെ കണ്ണിൽ ഇസബെല്ല എന്ന ആ പെൺകുട്ടി കാരുണ്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാലാഖയാണ് എന്ന് പറയുന്നു. ഇസബെല്ലയും ഡ്യൂക്കും പ്രപഞ്ചത്തിൻ്റെ സദാചാര ശക്തിയുടെ മൂർത്ത പ്രതീകങ്ങളാണ് എന്ന് പറയുന്നു. ഡ്യൂക്ക് അധികാരത്തിൽ നിന്നും വേഷം മാറി നിന്നത് തൻ്റെ രാജ്യത്ത് എന്ത് നടക്കുന്നുവെന്നും ഭരണതലത്തിൽ പോലും ജീർണതയുണ്ടോ എന്നറിയാനും അത് നിവാരണം ചെയ്യാനുമാണ്. ഒടുവിൽ നിസ്സഹായരെ രക്ഷിക്കുകയും ശിക്ഷിക്കേണ്ടവരെ കരുണ കാട്ടി മോചിപ്പിക്കുകയുമാണ് അദ്ദേഹം ചെയ്യുന്നത്. ദൈവീകമായ നന്മയുടെ പ്രപഞ്ചത്തിലെ സാക്ഷാത്കാരമാണ് ഇവിടെ സാധിക്കുന്നത്. ടെമ്പസ്റ്റ് പോലെ, സിംബലിൻ പോലെ, വിൻ്റേഴ്സ് ടൈൽ പോലെ സമന്വയത്തിൻ്റെ, പാപമോചനത്തിൻ്റെ, സമവായത്തിൻ്റെ മാനുഷിക ഔന്നത്യമാണ് ഈ നാടകം ഉയർത്തിപ്പിടിക്കുന്നത്. താങ്ക് യു.